നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്യുന്ന സമയത്ത്, എങ്ങോട്ടെങ്കിലും നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങൾക്കൊരു തലകറക്കം വന്നു, അല്ലെങ്കിൽ തലയിലൊരു വേദന പോലെ തോന്നി. നിങ്ങൾ വിചാരിക്കും എനിക്ക് ഇത്ര നേരം ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, ഞാൻ ഫിറ്റ് ആയിരുന്നല്ലോ, പെട്ടെന്ന് എന്താണ് സംഭവിച്ചത് എന്നുള്ളൊരു കാര്യം. പല സമയങ്ങളിലും ബി.പി നന്നായിട്ട് ഡ്രോപ്പ് ആകുന്ന ഒരു സിറ്റുവേഷനിലും ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കണ്ടുവരുന്നതാണ്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബി.പി ഡ്രോപ്പ് ആകുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ കുറച്ച് ഡ്രിങ്ക്സ് പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു ഡ്രിങ്ക്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ കഴിക്കുകയാണെങ്കിൽ കുറഞ്ഞു വരുന്ന ബി.പിനെ കുറച്ചൊന്ന് കൂട്ടി നിർത്താനും ഇത്തരത്തിലുള്ള തലകറക്കം, തലവേദന, ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നല്ല രീതിയിൽ കുറച്ചു കൊണ്ടുവരാനും നല്ല രീതിയിൽ സഹായിക്കും. അപ്പൊ എന്തൊക്കെയാണ് ഈ ഡ്രിങ്ക്സ് എന്ന് അറിയാനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഡോക്ടർ അഞ്ജലി, ആയുർവേദ കൺസൾട്ടന്റ് വർക്കിംഗ് വിത്ത് ആയുഷ് ശക്തി ഇൻ മുംബൈ. ശരീരത്തില് ബി.പി കൂടിയാലും നമുക്ക് പ്രശ്നം ഉണ്ടാക്കും, കുറഞ്ഞാലും നമുക്ക് പ്രശ്നം ഉണ്ടാക്കും. ബി.പി കുറഞ്ഞു കഴിഞ്ഞാൽ പലതരം ലക്ഷണങ്ങളാണ്. കൂടുതൽ തലയിൽ വേദന പോലെ തോന്നും, തല കറങ്ങുന്നത് പോലെ തോന്നും, ശരിക്കും ഒരു വീക്ക് ആയിട്ടുള്ള പോലെ നമുക്ക് തോന്നും. ശരീരം മൊത്തം ഒരു വീക്ക്നെസ് പോലെ നല്ല രീതിയിൽ കാണാനായിട്ട് സാധിക്കും. എല്ലാരും കൂടുതലും ഫോക്കസ് ചെയ്യുക ഹൈ ബി.പിനെ കുറിച്ചിട്ടാണല്ലോ. ബി.പി നന്നായിട്ട് കൂടിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക എന്നാണ് പലരും പറയാറുള്ളത്. എന്നാൽ ഒരു 100-ൽ 20% ആളുകൾ എടുക്കുകയാണെങ്കിൽ ലോ ബി.പിയുടെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരും ഉണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു ലോ ബി.പി ഉണ്ടാകുന്നത് നോക്കിക്കഴിഞ്ഞാൽ പലതരം കാരണങ്ങൾ കൊണ്ട് ലോ ബി.പി ഉണ്ടാകും കേട്ടോ. ഒന്നാമത്തെ ഒരു കാരണം നോക്കുകയാണെങ്കിൽ ഡീഹൈഡ്രേഷൻ, ശരീരത്തിലെ ജലാംശത്തിന്റെ അളവ് നല്ല രീതിയിൽ കുറഞ്ഞാലും ബി.പി നന്നായിട്ട് ലോ ആയിട്ട് പോകും. രണ്ടാമത്തെ ഒരു ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ മെന്റൽ സ്ട്രെസ് അല്ലെങ്കിൽ ഇമോഷണൽ സ്ട്രെസ്. പല ആളുകളും കൂടുതലും സ്ട്രെസ് എടുക്കുന്ന സമയത്ത് ഇപ്പൊ എന്തെങ്കിലും ടെൻഷൻ ആയിട്ട് ഒരാൾ ഇരിക്കുകയാണെങ്കിൽ അവരുടെ ബി.പി നന്നായിട്ട് കുറഞ്ഞു വരാനുള്ള വളരെയധികം ചാൻസസ് ഉണ്ട്. മൂന്നാമത്തെ ഒരു കാരണമാണ് എന്തെങ്കിലും പലതരം മെഡിസിൻസ് എടുക്കുന്നവരാണെങ്കിൽ, പലതരം മെഡിക്കേഷൻസ് എടുക്കുന്ന കണ്ടീഷൻസിലും ഇത്തരത്തിൽ ബി.പി കുറഞ്ഞു വരാറുണ്ട്. അപ്പോൾ കാരണങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ഇപ്പൊ നിങ്ങളുടെ ബി.പി കുറഞ്ഞു വരികയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഡ്രിങ്ക്സ് ഫോക്കസ് ചെയ്യുക. അതിൽ ഒന്നാമത്തെ ബേസിക് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് മറ്റൊന്നല്ല പച്ചവെള്ളം. വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുക എന്ന് പറയുമ്പോൾ എല്ലാവരും വളരെ നിസ്സാരമായിട്ട് തോന്നിയേക്കാം. പക്ഷേ വെള്ളം നമ്മൾ കുടിക്കുന്നതിലൂടെ ശരീരത്തിലെ ബ്ലഡിന്റെ വോളിയത്തിനെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഇതിലൂടെ നമ്മുടെ ബി.പിനെ നന്നായിട്ട് കുറയ്ക്കുക എന്നല്ല പറയുന്നത്, മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കും. ദിവസത്തില് ഒരു 8 ഗ്ലാസ്സെങ്കിലും വെള്ളം നിങ്ങൾ തീർച്ചയായിട്ടും കുടിക്കാനായിട്ട് നോക്കുക. ദിവസത്തിന് ഒറ്റയടിക്ക് നിങ്ങൾ വെള്ളം കുടിക്കരുത് കേട്ടോ. ദിവസം മുഴുവനും കുറച്ച് കുറച്ച് കുറച്ചായിട്ട് അങ്ങനെ ഒരു 8 ഗ്ലാസ് എന്തായാലും ദിവസം മുഴുവനും കുടിക്കാനായിട്ട് നോക്കുക. എന്നാൽ വെള്ളം കുടിച്ചിട്ടും നിങ്ങളുടെ ഈ ഒരു പ്രശ്നം മെയിൻറ്റെയിൻ ആയിട്ടില്ല, നിങ്ങളുടെ ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ബാക്കിയുള്ള ഡ്രിങ്ക്സിന് ഏതെങ്കിലും ഒന്ന് ഫോക്കസ് ചെയ്യാനായിട്ട് നോക്കുക. രണ്ടാമത്തെ ഒരു കാര്യമാണ് ഇലക്ട്രോലൈറ്റിന്റെ വെള്ളം. ഇത് നോക്കുകയാണെങ്കിൽ ബി.പി കുറഞ്ഞിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ ബി.പിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിന്റെ ഒരു കോമ്പിനേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ വെള്ളം വരുന്നുണ്ട്, മിനറൽസും അതുപോലെ തന്നെ സോഡിയം. ഈ 3 കോമ്പിനേഷനിലാണ് ഇലക്ട്രോലൈറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കൊരു ബി.പിനെ ബൂസ്റ്റ് ചെയ്യാനും ശരീരത്തിൽ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു എനർജി നൽകുന്നതിനും വളരെയധികം സഹായിക്കും. ഇപ്പോ നിങ്ങൾ വർക്കൗട്ടിനൊക്കെ പോകുന്ന ആളുകളാണ്, വർക്കൗട്ടിനൊക്കെ പോയി വരുമ്പോൾ ചില ആളുകൾ കാണാൻ പറ്റില്ല പെട്ടെന്ന് ഒരു വീക്ക്നെസ് പോലെ. അങ്ങനെയുള്ള ആളുകളും ഈ ഒരു കാര്യം വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ഗ്ലാസ് കുടിക്കുന്നത് നല്ലതായിരിക്കും. ഏതെങ്കിലും ഫോമിൽ നിങ്ങൾക്ക് പൗഡർ ഫോമിൽ കിട്ടുകയാണെങ്കിൽ അങ്ങനെ, ജ്യൂസസ് ഫോമിൽ കിട്ടുകയാണെങ്കിൽ അങ്ങനെ, ഏതെങ്കിലും ഒരു ഫോമിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ബി.പി കുറഞ്ഞു വരികയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ രണ്ടാമത്തെ ഒരു കാര്യമാണ് ഇലക്ട്രോലൈറ്റിന്റെ വെള്ളം. മൂന്നാമത്തെ ഒരു സൊല്യൂഷൻ ആണ് ഇരട്ടി മധുരത്തിന്റെ ചായ, ലിക്കറൈസ് എന്ന് നമ്മൾ ഇതിനെ പറയും. അങ്ങാടിക്കടയിലൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ. ഇതിന്റെ പീസ് ആയിട്ടുള്ള ഫോമിലും കിട്ടും, പൗഡർ ഫോമിലും കിട്ടും. ഏതാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുക അതിൽ ഏതെങ്കിലും ഒന്ന് വാങ്ങാവുന്നതുമാണ്. ഇതിന്റെ ഒരു ഗുണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇരട്ടി മധുരത്തില് ഗ്ലൈസറൈസിൻ എന്ന് പറയുന്ന ഒരു ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ കഴിക്കുന്നതിലൂടെ പെട്ടെന്ന് തന്നെ നമ്മുടെ കോർട്ടിസോളിന്റെ ലെവല് നന്നായിട്ട് കൂട്ടാൻ വളരെയധികം നല്ലൊരു കാര്യമാണ്. ഇത് എങ്ങനെയായിട്ട് ഉപയോഗിക്കാമെന്ന് നോക്കുകയാണെങ്കിൽ ഇരട്ടി മധുരത്തിന്റെ ചായ പോലും നിങ്ങൾക്ക് വെച്ച് കുടിക്കാം. ചായ വെക്കാനായിട്ട് നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. ഈ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇരട്ടി മധുരം ജസ്റ്റ് ഒന്ന് ചതയ്ക്കുക. ചതയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പറ്റുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ചെറിയൊരു ഫോം അതിലൊരു 3-4 പീസ് വെള്ളത്തിലിടുക. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ച് നിങ്ങൾക്ക് അരിച്ച് ഒരു ചായ പോലെ കുടിക്കാം. ഇല്ല നിങ്ങൾക്ക് ഇനി പൗഡർ ഫോമിലാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 1/2 ടീസ്പൂൺ പൗഡറിൽ ഒരു ഗ്ലാസ് വെള്ളം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് തിളപ്പിച്ച് അരിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഇളം ചൂടോടുകൂടി കുടിക്കാവുന്നതുമാണ്. അപ്പൊ ഇത് കുടിച്ചു കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ബി.പി നന്നായിട്ട് നോർമൽ ആയിട്ട് വരുന്നതും കാണാനായിട്ട് സാധിക്കും. ഇനി നാലാമത്തെ ഒരു ഓപ്ഷൻ ആണ് കോഫി. കോഫിയിൽ കെഫീന്റെ ഘടകം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ബ്ലഡ് വെസൽസിനെ കുറച്ചൊന്ന് ടൈറ്റ് ചെയ്യിക്കാനും അതിലൂടെ നമ്മുടെ ബി.പിനെ കുറച്ചൊന്ന് കൂട്ടാനും വളരെ നല്ലതാണ്. ലോ ബി.പി ഉള്ള ആളുകൾക്ക് കോഫി കുടിക്കുന്നത് നല്ലൊരു ഓപ്ഷൻ കൂടിയാണ് കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് ബ്ലാക്ക് കോഫി ഇഷ്ടമാണ്, കുടിക്കാൻ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ബ്ലാക്ക് കോഫി ആയിട്ട് കുടിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് കോഫി ഇഷ്ടമല്ലെങ്കിൽ കുറച്ച് പാല് ചേർത്ത് നമുക്ക് കുടിക്കാം. പക്ഷെ ഒരു കാര്യം മാത്രം ഫോക്കസ് ചെയ്യുക, അധികം പഞ്ചസാര ഇടരുത് കേട്ടോ. വളരെ കുറവ് മാത്രം പഞ്ചസാര ഇടുക. പിന്നെ കോഫി കുടിക്കുകയാണെങ്കിൽ തന്നെ വളരെ മോഡറേഷൻ അളവിൽ മാത്രം കുടിക്കണം. കൂടുതലായിട്ട് നല്ലതല്ലേ എന്ന് വിചാരിച്ച് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ലീപ്പിനെ, ഉറക്കത്തിനെ കുറച്ചൊന്ന് ഡിസ്റ്റർബ് ചെയ്യിക്കാനും ഒരു അഡിക്ഷനിലേക്ക് പോകാനും വളരെയധികം ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ കൂടി നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഇത് നമ്മുടെ അവസാനത്തെ ഡ്രിങ്ക് ആണ് റോസ്മേരി ടീ.
ഇതിലെ റോസ്മെറിനിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ഘടകം നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷനെ കുറച്ചൊന്ന് കൂട്ടുന്നതിനും ബിപിനെ നന്നായിട്ട് നോർമൽ ആക്കി വെക്കാനും വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ്. ജേർണൽ ഓഫ് എൻഡോ ഫാർമക്കോളജി പബ്ലിഷ് ചെയ്തിട്ടുള്ള റിസർച്ച് സ്റ്റഡീസിൽ പറയുന്നത് റോസ്മേരി ടീ എന്ന് പറയുന്നത് നമ്മുടെ ബിപിനെ നോർമൽ ആക്കി വെക്കുന്നതിനും അതുപോലെ സർക്കുലേഷൻ കൂട്ടാനും നല്ലതാണെന്നാണ് അവർ റിസർച്ച് സ്റ്റഡീസിൽ അവർ പറയുന്നത്. ഇത് എങ്ങനെ കഴിക്കാമെന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ കടയിൽ നിന്ന് റോസ്മേരി ഈ ഒരു ഫോമിൽ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. കുറച്ച് നിങ്ങളൊരു ലീഫ് എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ച് അരിച്ച് ഒരു ചായ പോലെ നിങ്ങൾക്ക് കുടിക്കാം. കുറച്ചൊന്ന് ചൂടാറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഷുഗറിന്റെ പ്രശ്നം ഇല്ലാത്തവരാണെങ്കിൽ കുറച്ച് തേനും കൂടി ആഡ് ചെയ്യുന്നത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും. അപ്പൊ ഈ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ബി പി ലോ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് വെച്ച് കുടിക്കാവുന്നതുമാണ്. അപ്പൊ ഞാനിവിടെ ഈ പറഞ്ഞിട്ടുള്ള 5 ഡ്രിങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം ആദ്യം യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ആദ്യം നിങ്ങൾ കുറച്ച് വെള്ളം കുടിക്കുക. അതിന് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ കുറച്ച് ഇലക്ട്രോലൈറ്റിന്റെ വെള്ളം, അല്ല എന്നുണ്ടെങ്കിൽ കോഫി അല്ലെങ്കിൽ ഇരട്ടി മധുരത്തിന്റെ ചായ അല്ലെങ്കിൽ റോസ്മേരി ടീ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ആദ്യം കഴിക്കുക. കുറച്ചു നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ബി പി നോർമലായി വന്നു കഴിഞ്ഞാൽ ഓക്കെ. കൂടുതലായിട്ട് ഒരു കാര്യം നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ബി പിയുടെ മെഡിസിൻസ് ഓൾറെഡി നിങ്ങൾ എടുക്കുന്നവരാണെങ്കിൽ ഏകദേശം 2 മണിക്കൂറിന്റെ ഗ്യാപ്പ് വെച്ചതിന് ശേഷം മാത്രം നിങ്ങൾ കഴിക്കാനായിട്ട് നോക്കുക. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനെ മനസ്സിലാക്കാനായിട്ട് നോക്കണം കേട്ടോ. ഞാനിവിടെ പറഞ്ഞിട്ടുള്ള ഏത് കാര്യങ്ങളാണെങ്കിലും എല്ലാ കാര്യങ്ങളും എല്ലാവരുടെ ബോഡിയിലും സ്യൂട്ട് ആവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇപ്പൊ ചിലർക്ക് ഇരട്ടി മധുരത്തിന്റെ ചായ സ്യൂട്ട് ആയെന്ന് വരാം, ചിലർക്ക് അത് സ്യൂട്ട് ആവില്ല. അപ്പൊ നിങ്ങളുടെ ശരീരത്തിൽ അത് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണിക്കുകയാണെങ്കിൽ അത് ഉപയോഗിക്കാതിരിക്കുക. സ്യൂട്ട് ആകണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഫോക്കസ് ചെയ്തതിന് ശേഷം മാത്രം ഈ കാര്യങ്ങൾ എടുക്കാനായിട്ട് നോക്കുക. സോ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കണം. ചാനൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.